ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഗർഭപാത്രം അല്ലെങ്കിൽ ഗർഭാശയം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണോ എങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഗർഭപാത്രം നീക്കം ചെയ്താൽ മതി. പലപ്പോഴും ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗർഭാശയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ പല ആൾക്കാരും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ പോലും ഫർദറായിട്ട് നമുക്ക് ആ ഗർഭപാത്രം കണ്ട് റിമൂവ് ചെയ്താൽ മതിയല്ലോ എന്ന് പറയുന്നവരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലവരും അതിനെക്കുറിച്ചിട്ട് ടെൻഷനും എത്ര എളുപ്പത്തിൽ കാര്യം നടന്നു അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലൊരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തല വെട്ടി മാറ്റാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ്. എന്താണ് നമ്മുടെ തലയിൽ പെയിനാണെങ്കിൽ ആ പെയിൻ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഗർഭാശയത്തിലും. എന്താണ് അതിൻ്റെ രോഗം എന്ന് മനസ്സിലാക്കി അതിൻ്റെ എക്സ്ട്രീം അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാവുന്നൊരു സിറ്റുവേഷൻ, അത്രയും എക്സ്ട്രീമിലാണ് നമ്മൾ അതിന് നിങ്ങളെ സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും അതിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ടത്. പക്ഷേ പിന്നെ എന്തായി, ഓരോ ചെറിയൊരു മുഴ വന്നാൽ പോലും അല്ലെങ്കിൽ ചെറിയതായിട്ടൊന്ന് ബ്ലീഡിങ് ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡിനോമൈസോ എൻഡോമെട്രിയോസിസോ പോലത്തുള്ള പല പ്രോബ്ലങ്ങൾ കാരണം കൊണ്ട് തന്നെ യൂട്രസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യേണ്ട ഒരു പ്രവണത ഇന്ന് നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇത് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് രോഗികൾക്ക്, ഞങ്ങൾ ആശ്രയിച്ച ഒരുപാട് രോഗികൾക്ക് യാതൊരുവിധ സർജറിയും കൂടാതെ അല്ലെങ്കിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യാതെ തന്നെ അതിനെ ബാധിച്ച പ്രശ്നം എന്താണ്, അതിൻ്റെ കാരണം, അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയും അവർക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയ ആ കോൺഫിഡൻസിൻ്റെ പേരിലാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ ആയിക്കൊണ്ടാണ് ഇത് ഇങ്ങനെ നമുക്ക് ഗർഭാശയം റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ പലപ്പോഴും പറയാറുള്ളത് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഹെവി ബ്ലീഡിങ് ഉള്ള കേസസിൽ അതിൻ്റെ കാരണം അതിൻ്റെ എന്താണെന്നുള്ളത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. എന്തുകൊണ്ട് ബ്ലീഡിങ് വന്നു, എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഫൈബ്രോയിഡും അതായത് ഫൈബ്രോയിഡ് മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് വന്ന ആൾക്കാരിൽ പലപ്പോഴും ഈ ഒരു ഇത് നമ്മൾ ഗർഭപാത്രം റിമൂവ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഈ ഫൈബ്രോയിഡ് വന്നു ഇനി ഗർഭപാത്രം റിമൂവ് പോയി ചെയ്യുക എന്നുള്ളതല്ല, അതിൻ്റെ സൈസ് എത്രയാണ്, അതിനെന്തൊക്കെ ലക്ഷണങ്ങളാണ്. ചിലർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, ചിലർക്ക് ബ്ലീഡിങ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്, പിന്നെ എന്ത് കാരണം കൊണ്ട് ഇത് വന്നു, നിങ്ങളുടെ ജീവിതശൈലിയാണോ, അതോ നിങ്ങളുടെ സ്ട്രെസ്സാണോ, അങ്ങനെ മൈൻഡ് റിലേറ്റഡ് ആണോ, എന്താണ് എന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഇതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ മറ്റൊന്നാണ് അഡിനോമൈസിസ്, എൻഡോമെട്രിയോസിസ് പോലത്തുള്ള അവസ്ഥകളൊക്കെ. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഗർഭപാത്രം റിമൂവ് ചെയ്ത ആൾക്കാരിൽ കണ്ടുവരുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് പേര് വളരെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഗർഭപാത്രം റിമൂവ് ചെയ്തവരുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ട അയൽവക്കത്ത് തന്നെ ഉണ്ടാവും. അവരത്തൊന്ന് ചോദിച്ചാൽ മതി എന്തൊക്കെ ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ മുട്ടിലുണ്ടാവുന്ന തേയ്മാനങ്ങളായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, മെൻ്റലി ഡൗൺ ആവുക, സ്ട്രെസ്സ് കൂടുക, അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചൂട് കയറുക, മെനോപോസ് ആയിട്ട് വരിക. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ ഒരാൾ മെൻസസ് അവരുടെ കാരണം യൂട്രസെ റിമൂവ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ മെൻസസ് നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. സോ അതായത് 50-60 വയസ്സിലുള്ള ആൾക്കാർ മെനോപോസ് അറ്റൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ഹോർമോണൽ ചേഞ്ചസും ഇവരെയും ബാധിക്കാൻ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് യൂട്രൈൻ പ്രൊലാപ്സ്, യൂട്രൈൻ പോളിപ്പുകൾ ഒക്കെ വരുന്ന ആൾക്കാരിലും ഈ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഈ പോളിപ്പും റിമൂവ് ചെയ്താൽ മതി. കാരണം പോളിപ്പാണ് അവിടുത്തെ കോസ്. അതായത് നിങ്ങളുടെ ഗർഭാശയത്തിനെ ബാധിച്ചൊരു പ്രശ്നമാണ്. ആ ബാധിച്ച പ്രശ്നത്തിനെയാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഗർഭാശയം മൊത്തം എടുത്ത് കളയുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഗർഭാശയം റിമൂവ് ചെയ്യേണ്ടത്? ചിലർക്ക് മാനസികമായിട്ട്
ഒരിക്കലും തയ്യാറെടുത്തിട്ടുണ്ടാവില്ല ഒരു സർജറിക്കോ അങ്ങനെയൊന്നും. അത്തരക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു പ്രായത്തിൽ തന്നെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരക്കാർക്കും ഒന്ന് വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു കുറച്ചൊരു ടൈം എടുത്ത് നിങ്ങളുടെ ഭക്ഷണ രീതി ഉൾപ്പെടെ ജീവിതശൈലി ഉൾപ്പെടെ കറക്റ്റ് ചെയ്തിട്ട് പോയാൽ തന്നെ പല പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരക്കാർ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്ന ഫുഡ്, പാല്, തൈര്, പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കണം. അതേപോലെ തന്നെ വേണ്ട ഒരു കാര്യമാണ് അയൺ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അയണും കൂടി ഒരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാവുന്ന കുറച്ച് കൂടുതലായിട്ട് കഴിക്കാൻ എന്തായാലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം കഴിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ബ്രൗൺ റൈസ്, ഓട്സ്, മില്ലറ്റ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം 7 to 8 മണിക്കൂർ തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. മെഡിറ്റേഷൻ ചെയ്യണം. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം സ്ട്രെസ്സിനും ഇതിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ പല ഗർഭപാത്രത്തിൽ എഫക്റ്റ് ചെയ്യുന്ന പല രോഗങ്ങൾക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറക്കം, സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റിലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ 30 to 40 മിനിറ്റ് തീർച്ചയായിട്ടും എക്സസൈസ് നിർബന്ധമാണ്. പക്ഷേ അതിൽ എന്തൊക്കെ എക്സസൈസ് ആവാം? വാക്കിംഗ് ആവാം, യോഗ ചെയ്യാം, അത് വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എടുക്കാം. ഓക്കെ, പിന്നെ ആബ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. ആബ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നരാടം ആബ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇത്തരം പ്രശ്നമുള്ള ആൾക്കാർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കാപ്പി, ചായ, അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, അതേപോലെ പ്രോസസ്ഡ് മീറ്റ്സ്, അതേപോലെ തന്നെ പഞ്ചസാര, ഏത് ഫോമിലും ഉള്ള പഞ്ചസാര, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം. എക്സസൈസ്, അതേപോലെ സെഡൻറ്ററി ലൈഫ്, ഒരേ സ്ഥലത്ത് ഇരുന്നിട്ടുള്ള പണി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം സ്വഭാവം തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇനി റെഗുലറായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് റെഗുലറായിട്ടൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കാലയളവിലുള്ള ഒരു സ്കാനിങ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നോക്കണം, ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അതിൻ്റെ എക്സസൈസ് ഗ്രോത്ത് ഉണ്ടോ, അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നുള്ള മോണിറ്റർ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യണം. അതേപോലെ തന്നെ ചില ആൾക്കാരിൽ ഡെക്സാ സ്കാൻ, അതായത് ബോൺ ഡെൻസിറ്റി ഒക്കെ നോക്കാൻ, BP, ഹാർട്ട് ഡിസീസസ് എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും റെഗുലർ ചെക്കപ്പ് എന്തായാലും ഒന്ന് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇത്തരക്കാർക്കാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ തന്നെ ജർമ്മൻ മെഡിസിൻസ് നേരിട്ട് ഇറക്കുമതി ചെയ്തിട്ടും യൂറോപ്യൻ മെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയും അതേപോലെ തന്നെ മോഡേൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം നിങ്ങളുടെ മാനസികാവസ്ഥ, ശാരീരിക അവസ്ഥ, രോഗലക്ഷണങ്ങൾ, അതേപോലെ തന്നെ ജീവിതശൈലി തൊട്ട് തുടങ്ങിയ എല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഈ മെഡിസിനിലൂടെ ഉണ്ടാവില്ല. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിപ്പോർട്ടുകൾ, നിങ്ങളുടെ പത്തോളജിക്കലായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിൻ്റെ അടിസ്ഥാനത്തിലും അത് നമുക്ക് പറ്റുന്നതാണോ, ഇത്ര സൈസ് ഏത് സൈസാണുള്ളത്, ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുമോ, അതോ അല്ലെങ്കിൽ ഇത് നമുക്ക് നിസ്സാരമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാവുന്നതാണോ, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.